എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ബബ്ബബ്ബ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ, കേരള കളക്ഷൻ ഇതൊക്കെ ചെറുപറേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ നെഗറ്റീവാണ്. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്ത് ഡീഗ്രേഡിൻ്റെ അഭിഷേകമാണ്. എനിക്ക് തോന്നുന്നു ഒരു സിനിമ പോലും ഇത്രമേൽ ഡീഗ്രേഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചില പ്രമുഖ നടന്മാരുടെ ടീം തന്നെയാണ് ഈ ഡീഗ്രേഡിന് പിന്നിൽ. പിന്നെ വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അങ്ങനെ ഡീഗ്രേഡിൻ്റെ അയ്യരുകളിയാണ്. പക്ഷെ ഇതൊന്നും തന്നെ കളക്ഷനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, വേൾഡ് വൈഡായിട്ട് 15 കോടി നേടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് 15 കോടിക്ക് മുകളിൽ ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്നാണ് ആദ്യ ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ നിന്ന് 7,20,00,000 കളക്ട് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 7 കോടി കേരള കളക്ഷൻ വരുന്ന ലാലേട്ടനല്ലാത്ത ഒരു മലയാള നടനായിട്ട് ദിലീപ് മാറി. ആ ചിത്രത്തിന് ലാലേട്ടൻ ഉണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഒറ്റ നടൻ്റെ, തമിഴിലും തെലുങ്കിലും രജനീകാന്ത് ഉണ്ട്, വിജയ് ഉണ്ട്, ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഒറ്റ മലയാളി ഉള്ളായിരുന്നു, അത് ലാലേട്ടനായിരുന്നു. അതിൻ്റെ ഒപ്പം ഇടം പിടിച്ചിരിക്കുകയാണ് ദിലീപ്. നേരത്തെ രജനീകാന്തുണ്ട്, ദളപതി വിജയ് ഉണ്ട്. അവരോടൊപ്പം ഇപ്പോൾ ലാലേട്ടൻ്റെ ചിറകിലറിയാണെങ്കിലും ദിലീപും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും ചിലർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അല്ലേ. ചില യൂട്യൂബ് ചാനലുകളൊക്കെ സ്ഥിരമായിട്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, മിനിറ്റ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലും കേരള കളക്ഷൻ 7,20,00,000 ഉണ്ട്. ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത് 7,90,00,000 കേരളത്തിലല്ലാതെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാവരും കൂടി 70 ലക്ഷത്തോളം ഇന്നലെ കളക്ട് ചെയ്തു. മികച്ചൊരു കളക്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ കർണാടകത്തിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ആന്ധ്രയിൽ നിന്ന് 4 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 18 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 8 ലക്ഷം. അങ്ങനെ ടോട്ടൽ 7,90,00,000 രൂപയാണ് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത്. ഓവർസീസ് കളക്ഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരം വന്നിരിക്കുന്നത്, ഓവർസീസിൽ നിന്ന് വന്നിരിക്കുന്നത് 7,10,00,000 രൂപ ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് മാറ്റം ഉണ്ടാകാൻ, അത് കൂടാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഗൾഫ് മേഖലയിലെ പ്രകടനം മികച്ചതാണ് എന്നുള്ളതാണ്. കാരണം 5 കോടിക്ക് മുകളിലുള്ള തുകയാണ് ഗൾഫിൽ നിന്ന് നേടിയിരിക്കുന്ന ഈ ചിത്രം. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. രാവിലത്തെ ഷോകളൊന്നും ഗൾഫിൽ നടന്നില്ല. സിനിമ റിലീസ് ചെയ്യാനുള്ള ലൈസൻസ് അവിടെ കിട്ടിയില്ലായിരുന്നു. അതിനുശേഷം വൈകുന്നേരത്തോടെയാണ് ഇത് റിലീസ് തുടങ്ങിയത്. എന്നിട്ട് പോലും ഈ കളക്ഷൻ 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടി. രാവിലെ മുതൽ ഇത് റിലീഫ് ഉണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും 10 കോടിയെങ്കിലും ഗൾഫ് മേഖലയിൽ നിന്ന് മാത്രമായിട്ട് ഇത് കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. ആ മാതിരി കളക്ഷനാണ്, കേരളത്തെ പോലും ഞെട്ടിപ്പിച്ച കളക്ഷൻ. അങ്ങനെ 15 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത് എന്നാണ് ട്രാക്കർമാരായ ഫാക്ട്നിക്ട് പുറത്തുവിട്ടിരിക്കുന്ന കണക്കിൽ പറയുന്നത്. ഇതിന് മാറ്റം ഉണ്ടാകും, കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം 250 ഷോകളും എക്സ്ട്രാ ആയിട്ട് ഇന്നലെ രാത്രി ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 600 ഹൗസ്ഫുൾ ഷോകൾ ഈ ചിത്രത്തിൻ്റെതായി പുറത്തു വന്നു. അങ്ങനെ ഗംഭീര വരവേൽപ്പാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ആദ്യ ദിനം ഏകദേശം 15 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രമായിട്ട് ബബ്ബബ്ബ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് പോലും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഇത് കാണിക്കുന്നുണ്ട്. ഏകദേശം 6,500 ടിക്കറ്റ് മണിക്കൂറിൻ്റെ ഇതിൻ്റെ വിറ്റ് പോകുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ എടുത്ത സമയത്ത്. അപ്പോൾ ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 30 കോടി, 25 കോടിക്ക് മുകളിൽ ഒരു 30 കോടിയെങ്കിലും നേടാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന്. ഫാക്ട്നിക്ട് പുറത്തുവിട്ട കണക്ക് പ്രകാരം 30 കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 60 കോടിയൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രം വൻ വിജയമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പം ദിലീപിൻ്റെ ചിത്രങ്ങളിൽ വെച്ച് വമ്പൻ കളക്ഷനാണ് ഇത് നേടുന്നത്. ദിലീപിൻ്റെ ചിത്രങ്ങളിൽ വമ്പൻ കളക്ഷൻ നേടുമ്പം എനിക്ക് തോന്നുന്നു പ്രീഫെയിൽ ഇനത്തിൽ തന്നെ 2 ലക്ഷം 2 കോടിയൊക്കെ ആയിരുന്നു. സാധാരണ ദിലീപ് ചിത്രങ്ങൾക്ക് വമ്പൻ
ചിത്രങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതിനെയൊക്കെ കവച്ചു വെച്ച് 4,29,00,000 രൂപയൊക്കെ ആദ്യ ദിനത്തിൽ പ്രീഫെയിലായിട്ടൊക്കെ നേടുമ്പം അതിന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഒരാൾ മാത്രമേ ഉള്ളൂ. ദിലീപിനെ സംബന്ധിച്ച് ഒത്തിരി നെഗറ്റീവ്, ഒത്തിരി ഡീഗ്രേഡിങ് ഒക്കെ ഉള്ള സമയമാണ്. എന്നിട്ടും ഗോകുലിൻ്റെ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ലാലേട്ടനെ മുൻനിർത്തി ഈ ചിത്രം ഇറക്കുക, അത് കൃത്യമായിട്ട് വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് ആദ്യ ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഗംഭീര വിജയമാകും. അത് ലാലേട്ടൻ്റെ ചിറകിലേറിയാണ് ദിലീപ് പറക്കുന്നത്. എപ്പോഴും പറ്റില്ലല്ലോ, ഇത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏതായാലും ഋഷഭ, സർവമായ ഈ 2 ചിത്രങ്ങളാണ് ക്രിസ്മസിൻ്റെ വീണ്ടും റിലീഫായിട്ടിരുന്നത്. വീണ്ടും ലാലേട്ടൻ നമ്മളെ ഞെട്ടിപ്പിക്കാനായിട്ട് എത്തുന്നു. അപ്പം ബബ്ബ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.